അസ്സലാമലൈക്കും. നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ നല്ലൊരു ഉപ്പേരി, അതായത് തോരൻ. മത്തയില കുറച്ച് അരിഞ്ഞ് വെച്ചാണ്. ഒന്ന് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ഇവിടെ വെച്ചാണ്. ആരെ പെരില പിന്നെ മത്തയില ഉള്ളത് വെച്ചാൽ അതൊന്ന് എടുത്ത് കൊണ്ടുവരിക. കുറച്ചൊരു മൂത്തതാണ് നല്ലത്, അധികം എളുപ്പമല്ലാത്തത് എടുക്കുക. ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇത് അറിയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് കേട്ടോ, ഞാൻ അറിയാത്തവരോടാണ് പറയുന്നത്. അപ്പം നമുക്കിതുകൊണ്ട് തോരൻ വെക്കാം. ഇത് താളിക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. എനിക്ക് മത്തൻ കായിനേക്കാൾ ഇഷ്ടം ഈ ഇലയാണ്. അപ്പോൾ അത് അതിക്ക് വേണ്ടിയിട്ട് 2 നല്ല എരിവുള്ള പച്ചമുളക് എടുത്ത്, കുറച്ച് ചെറിയുള്ളി എടുത്ത്, ഒരു വലിയൊരു വെളുത്തുള്ളി എടുത്ത്, തേങ്ങ എടുത്ത്, ഇതൊന്ന് ഒതുക്കിയെടുക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറിച്ച് കൊണ്ടുവന്ന് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചാണ്. നല്ലപോലെ ഇല ഒന്ന് കഴുകിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ കീറി എടുത്തിട്ട് അരിഞ്ഞാൽ മതി. അപ്പോൾ അതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഏത് എണ്ണ വെച്ചാൽ ഒഴിച്ചു കൊടുത്തോളി. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിനൊക്കെ നല്ലത് എന്നാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണല്ലോ അല്ലേ. അപ്പോൾ അതുള്ള എണ്ണ ഒഴിച്ച് ഏതാച്ചാലും ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇവളിത് ഞാനിത് കെട്ട കാര്യം അറിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ചൂടാവും വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എണ്ണ ചൂടായി. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 2 വറ്റൽമുളക്. എന്തൊക്കെ ഞങ്ങൾ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നുണ്ട്. നിങ്ങൾ നമ്മളെ വീഡിയോ ഒന്ന് കൊണ്ടുവരണം കേട്ടോ. നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്താലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ ഒരിതുണ്ടാവുള്ളൂ, ഒരു ഉഷാറ്. നമ്മളെ യൂട്യൂബിൽ ഓരോ കേസുള്ളതുകൊണ്ട് എല്ലാവരും നിങ്ങളായി പഠിച്ചത് കേട്ടോ. നമുക്കൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ നിങ്ങളെ കൂടെ നിർത്തുക. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും, ചെയ്യാത്തവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്താൽ എല്ലാവർക്കും എത്തിക്കോളും. അപ്പോൾ കണ്ട് നമ്മളെ മത്തൻ്റെ ഇല കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ഒരു ലൈറ്റും കൂടി ഞാൻ ഇട്ട് വെച്ചത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇതൊക്കെ നമ്മളെ അമ്മമാരൊക്കെ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ മത്തയിലയും എന്താണ് മധുരക്കിഴങ്ങും കപ്പയൊക്കെ തിന്നാൻ വളർന്നതെന്നറിയുള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണെന്നുള്ളത് ഓൾക്കറിയില്ല. അപ്പം നമ്മൾ കുറേ ബിരിയാണിയും മന്തിയും തിന്നണേക്കാൾ ഏറ്റവും നല്ല വൈറ്റമിനുള്ള ഇങ്ങനത്തെ സാധനത്തിലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന്, അത് കഴിക്കണ്ടെന്നല്ല കേട്ടോ, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഉണ്ടാക്കി നോക്കുക.
ഒന്ന് അടച്ച് വെക്കുക 2 മിനിറ്റ്. ഞാനിതൊന്ന് അടച്ച് വെച്ചതൊക്കെ ഒന്ന് തുറന്ന് നോക്കി. ഇപ്പം നമ്മൾ ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പുണ്ടല്ലോ. ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മളെ പയറിൻ്റെ ഇല വെക്കലും. പയറുണ്ടല്ലോ അതിൻ്റെ അത് പിന്നെ അധികം മൂക്കാത്ത ഇല എടുത്തിട്ട് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിട്ട്, ഇപ്പം ഉമ്മമാരൊക്കെ വെക്കൽ അതിന് ഒരു കയ്പുണ്ട് എന്ന് പറഞ്ഞ് ഒന്ന് തിളപ്പിച്ച് വേവിച്ച് അത് പിഞ്ഞെടുത്തിട്ട് ഇതുപോലെ പച്ചമുളകും പിന്നെ തേങ്ങയൊക്കെ ഇട്ട് വെക്കലുണ്ട്. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതും അതിൻ്റെ അതേ ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്കൊന്നും കൂടി ഒന്ന് അടച്ചെടുക്കും. അപ്പോൾ നമുക്ക് അരപ്പിടാം. തേങ്ങ, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുത്തതാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാൻ. കഞ്ഞി കുടിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനത്തെ ഇലകളൊക്കെ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. നമുക്ക് നല്ല ഒരു നല്ല വൈറ്റമിനും ഒക്കെ ഉള്ള ഒരു സാധനം. ഇതിക്കൊരു അച്ചാറോ ഒരു മീൻ പൊരിച്ചതോ ഉണ്ടെങ്കിൽ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. അപ്പം നമ്മളെ എല്ലാവരെ പോലെ നമ്മളെയൊന്നും കൂട്ടണ്ട കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ എന്തൊക്കെ ആണല്ലോ. നമ്മളാ കാര്യമൊന്നും പറയാൻ പോണില്ല. നമുക്കിപ്പോൾ നമ്മളെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ നമ്മളെ കൂട്ടാതെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് നമുക്കൊന്ന് അടച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മളതാണ് ഇതാണ് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊന്നും പറഞ്ഞ് ഇതിൽ വന്ന് നൊലൊളിച്ചിട്ട് കാര്യമല്ല. നമുക്ക് വരാനുള്ളതൊക്കെ നമുക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ചെയ്താൽ നമുക്കൊരു ഉപകാരമാവും. നിങ്ങൾക്ക് അറിയാത്തതൊക്കെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടാക്കി നോക്കാം, ഒക്കെ ചെയ്യാം. ഒന്ന് ആവി കയറിയാൽ മതി. കുറേ നേരം ആവി കയറ്റി കൊണ്ടിരുന്നാൽ എന്താപ്പോൾ പറയുക, ഈ തേങ്ങൻ്റെ ഒക്കെ ടേസ്റ്റിന് കുറച്ചൊരു മാറ്റം ഉണ്ടാവും. അപ്പം ഞാനൊന്ന് ഉപ്പുണ്ടോ നോക്കട്ടെ, വെന്തണോ നോക്കട്ടെ. ഉപ്പ് ലേശം കുറവ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇച്ചിരി ഉപ്പും കൂടി വേണം. ഇച്ചിരിയും കൂടി ഞാൻ തൂവി കൊടുത്തേ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിന് വേറെ ഒരു ടേസ്റ്റാണ്, അത് ഞാൻ പറഞ്ഞു. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. നമ്മളെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങളെ നേരത്തെ പറഞ്ഞ അതിലൊക്കെ ഒന്ന് ചെയ്യാം. നമ്മളിങ്ങനെ നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നില്ല, അത് ഇത് എന്നൊന്നും പറഞ്ഞ്. നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്നാൽ വേറെ ഒന്നും വേണ്ട. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അസ്സലാമു അലൈക്കും.